നമസ്കാരം. ജയ് ഗണേഷ് എന്ന ചിത്രത്തെ വിമർശിച്ച് രംഗത്തെത്തിയ ആൾക്ക് ചുട്ട മറുപടിയുമായി നടൻ ഉണ്ണി മുകുന്ദൻ രംഗത്തെത്തിയിരിക്കുന്നു. ജയ് ഗണേഷ് എന്ന പേരിലുള്ള സിനിമയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയുണ്ട്, രാഷ്ട്രീയ മാനമുണ്ട് എന്നൊക്കെ ആരോപിച്ച വ്യക്തിയുടെ വീഡിയോ അത് പങ്കുവച്ചുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ വലിയ ഒരു മറുപടി തന്നെ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പരിഹാസം ഏപ്രിൽ 11 വീണുടയും. റിലീസ് പോലും ചെയ്യാത്ത സിനിമയെക്കുറിച്ചാണ് നിങ്ങൾ ഈ ആരോപണവുമായി എത്തിയിരിക്കുന്നത് എന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഒരു റിലീസാവാത്ത സിനിമയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ. എന്താണ് ജയ് ഗണേഷ് എന്ന സിനിമ എന്നതിൽ ആർക്കും ഇദ്ദേഹത്തിനൊരു വ്യക്തതയുമില്ല എന്ന് പറഞ്ഞാണ് ഉണ്ണി മുകുന്ദൻ്റെ കുറിപ്പ് തന്നെ തുടങ്ങുന്നത്. ഇങ്ങനെയുള്ളവരുടെ രാഷ്ട്രീയ വീക്ഷണവുമായിട്ട് എൻ്റെ സിനിമയെ ബന്ധിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകും. അതായത് എൻ്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിനുള്ള ചവിട്ടുപടിയാണ് സിനിമകളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന ആൾക്കാർ ശ്രമിക്കുകയാണ് എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. കാരണം കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയുമായി ബന്ധപ്പെടുത്താൻ ബോധപൂർവം തന്നെ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കാരണം രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്തരം ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾക്ക് നിങ്ങൾക്ക് യൂട്യൂബ് പണം നൽകുമെന്നും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകുമെന്നും അത് നിലനിർത്താൻ അത് സഹായിക്കും അല്ലെങ്കിൽ അത് സഹായകരമാകുമെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നും, എന്നാൽ നിരാശാഭരിതനായി ഊഹാപോഹങ്ങൾ പരത്താൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. കാരണം റിലീസ് ചെയ്യാത്ത ഒരു സിനിമ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് എങ്ങനെയാണ് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അത്തരത്തിൽ വരുമാനം നേടുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന് തന്നെ അത് നിങ്ങളെക്കുറിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഏപ്രിൽ 11 എന്തായാലും ഇല്ലാതാകും. അന്നാണ് ജയ് ഗണേഷ് റിലീസ് ചെയ്യുന്നത്. ജയ് ഗണേഷിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ അന്നായിരിക്കും ഉൾക്കൊള്ളേണ്ടി വരുന്നത്. ഏപ്രിൽ 1 വിഡ്ഢിദിനം എങ്കിൽ കൂടിയും നിങ്ങൾക്കത് പക്ഷേ ചിലപ്പോൾ ഏപ്രിൽ 11 എന്നാണ് ജയ് ഗണേഷുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഇനിയും വീഡിയോ ചെയ്ത് നിങ്ങൾ നിലനിൽക്കണം അല്ലെങ്കിൽ നിലനിൽപ്പ് നടത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുകൂടി ഉണ്ണി മുകുന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിമർശകർ ഉണ്ടാകാറുണ്ട് പലപ്പോഴും സിനിമകൾക്ക്. ആ സിനിമകളെ ആ വിമർശനാത്മകമായി തന്നെയാണ് കാണേണ്ടത്. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ജയ് ഗണേഷ് എന്ന് പറയപ്പെടുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സിനിമകൾ ഉണ്ടാകുമ്പോൾ സിനിമകൾക്ക് പലപ്പോഴും ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത്തരത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ രാഷ്ട്രീയ മാനമുള്ള സിനിമകൾ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരുന്നത്? ഇതിനു മുൻപ് തന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ണി മുകുന്ദനെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്? നമുക്കറിയാമല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്ന മാളികപ്പുറം എന്നുള്ള സിനിമ. ആ മാളികപ്പുറം എന്നുള്ള സിനിമ നേടിയെടുത്ത ഒരു വിജയം, അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ദൈവത്തെ വളരെ കൃത്യമായി കാണിക്കുവാൻ അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സിനിമ കൂടിയായിരുന്നു. അന്നേ അദ്ദേഹം BJPയുടെ അനുഭാവിയാണ്, RSSകാരനാണ് എന്നുള്ള തരത്തിലൊക്കെ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അത് വളരെ വലിയ വിജയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. ആ വിജയം ആഘോഷിക്കുമ്പോഴാണ് ആ സിനിമയെക്കുറിച്ച് നേരും നുണയും പതിരുമൊക്കെ ചേർത്തുകൊണ്ട് പലരും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. കാരണം ഉണ്ണി മുകുന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടുള്ള വിരോധം മാത്രമായിരുന്നില്ല, RSS BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഇഴുകിച്ചേർന്ന് പോകുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശകർക്കുണ്ടായിരുന്നത്. ചിലപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടായിരിക്കില്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തോടായിരിക്കും അത്തരത്തിലുള്ള വിമർശകർക്ക് എതിർപ്പുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ജയ് ഗണേഷ് എന്ന് പറയപ്പെടുന്ന ചിത്രം റിലീസായിട്ടില്ല. അത് ഏപ്രിൽ 11 റിലീസാകുന്നത്. അതിനു മുൻപ് തന്നെ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തിലൊക്കെയുള്ള പ്രവേശനത്തിൻ്റെ പടിപടിയായിട്ടുള്ള കടന്നുവരവാണ് ജയ് ഗണേഷ് എന്ന് പറയപ്പെടുന്ന സിനിമ എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് വിമർശകർ. സിനിമ ഇറങ്ങട്ടെ, സിനിമ കണ്ടു നോക്കൂ, സിനിമ ആസ്വദിക്കൂ, അതിനുശേഷം നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തൂ. അതല്ലേ ചെയ്യേണ്ടത്. സിനിമ റിലീസ് പോലും ആയിട്ടില്ല. സിനിമ റിലീസാകാൻ ഇനിയും കിടക്കുന്നു 1.5 മാസത്തിലധികം. ആ 1.5 മാസത്തിലധികം ഏപ്രിൽ 11 റിലീസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് ഈ ഫെബ്രുവരി മാസത്തിലെ വിമർശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനിയാണ് കേട്ടോ ഈ വിമർശിക്കപ്പെട്ട വ്യക്തി. ആ ത്രികാലജ്ഞാനി അടക്കമുള്ള അന്തംകമ്മികൾ വിമർശകർ മനസ്സിലാക്കുക. ഒരാളെയും നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ണി മുകുന്ദന് ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാനുള്ള അവകാശവും അധികാരവുമുണ്ട് എന്നുള്ളതാണ്. ആ അവകാശം അടക്കമുള്ളവ നമ്മുടെ ഭരണഘടന അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനത്തിന് പാത്രമാകേണ്ടി വരുന്നത് ഈ ഉണ്ണി മുകുന്ദനെ പോലുള്ളവർ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് നിൽക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്.
അത് ഈ വിമർശിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. ആ രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് പോകുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിമർശകരെ എതിർക്കാതിരിക്കുന്നത്? അവരുടെ ആ ഔചിത്യ ബോധത്തെയെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കുക. മാത്രമല്ല അവർ കാണിക്കുന്ന ആ സംസ്കാരത്തെയെങ്കിലും അംഗീകരിക്കാൻ ശ്രമിക്കുക. മാതൃകയാക്കണമെന്നൊന്നും പറയില്ല, ചിലപ്പോൾ അത് ഈ വിമർശകർക്കൊന്നും കഴിഞ്ഞേക്കില്ല. പക്ഷേ ഒരല്പം മര്യാദ കാണിക്കുവാനെങ്കിലും ശ്രമിക്കുക. ജയ് ഗണേശോ അല്ലെങ്കിൽ ഏത് സിനിമയോ ആകട്ടെ, ഹിന്ദു നാമങ്ങളിലെത്തുന്ന ഈ പേരിലെത്തപ്പെടുന്ന സിനിമകളോട് എന്താണ് ഇത്ര അസഹിഷ്ണുത എന്നുള്ളതാണ് ചോദ്യം. അത് ആരുമായിക്കൊള്ളട്ടെ. ഉണ്ണി മുകുന്ദൻ ആയതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ നാളെ RSSകാരനെന്നോ BJP കാരനാണെന്നോ അല്ലെങ്കിൽ നാളെ ഒരു സ്ഥാനാർത്ഥിയാകുമെന്നോ ഒക്കെ വിചാരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതങ്ങനെ ചിന്തിക്കുവാൻ, ഏതൊരു പാർട്ടിയിലും പ്രവർത്തിക്കുവാൻ അതിനുള്ള അവകാശം അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ഉണ്ണി മുകുന്ദനുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവിനെ അംഗീകരിക്കുക. അദ്ദേഹം കൊണ്ടുവരുന്ന ക്രിയേറ്റിവിറ്റി മൈൻഡിനെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവരുന്ന സിനിമാ സംവിധാനങ്ങളെ അത് നമ്മൾ കലാപരമായിട്ട്, കലാമൂല്യമായിട്ട്, ഒരു കലാകാരൻ്റെ കഴിവായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകുക. അദ്ദേഹത്തെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തെയും നമ്മൾ മാനിക്കുക, അതിനെ മാറ്റിവെക്കുക. രാഷ്ട്രീയം വേറെ ആവട്ടെ, കല വേറെ ആകട്ടെ. അങ്ങനെ കലാകാരനെ ബഹുമാനിക്കാനെങ്കിലും പഠിക്കൂ സഖാക്കളെ.